കോൺഗ്രസ്സിൽ എത്ര ഗ്രൂപ്പാണ്? അപ്പോൾ എല്ലാവർക്കും പരാതിയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം. മുമ്പ് ഒരു 2 ഗ്രൂപ്പായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും എണ്ണിയെടുക്കാം. ചാണ്ടിയുമ്മൻ ഒരു ഗ്രൂപ്പായി. ഇതാണ് സീൻ. അപ്പോൾ ഈ യുദ്ധം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്യുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവികളിലേക്ക് OJ ജനീഷ് വരുമ്പോഴായിരുന്നു നമ്മുടെ വിഷയം. അന്ന് ആരൊക്കെയാണ് പരാതിക്കാർ? അന്ന് പരാതി കൊടുത്തു കേന്ദ്ര നേതൃത്വത്തിന് A ഗ്രൂപ്പും I ഗ്രൂപ്പും. അത് അബിൻ വർക്കിയുടെ കാര്യത്തിലായിരുന്നു I ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായിരുന്നു ഏറ്റവും ഗൗരവമായ പരാതി. ഇപ്പോൾ ഇന്ന് KPCC ഭാരവാഹി പട്ടികയുടെ ഇത് വരുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പുകാരെ കാണുന്നില്ല. നിങ്ങൾ രമേശ് ചെന്നിത്തലയെ കണ്ടോ? ഇല്ല. A ഗ്രൂപ്പിനും ഞാൻ പറഞ്ഞ ബെന്നി ബെഹനാൻ്റെ കീഴിലുള്ള ഗ്രൂപ്പിന് ഇന്ന് പരാതിയില്ല. അവിടെ അന്ന് പരാതിയില്ലാതിരുന്ന VD സതീശൻ, K സുധാകരൻ മുതലായ ആളുകളാണ് ഇപ്പോൾ പരാതിക്കാർ. അന്ന് പരാതിക്കാർ Aയും Iയുമാണ്. ഇപ്പോൾ KPCC പുനഃസംഘടന വരുമ്പോൾ Aയ്ക്കും Iക്കും പരാതിയില്ല. അവരെ പല രീതിയിൽ സെറ്റിൽ ചെയ്തു, പല പദവികളിലും പരിഗണിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് A ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും I ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും അവർ പറഞ്ഞ പല പേരുകളും അവർ സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോഴേക്ക് നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ഗ്രൂപ്പിലൊന്നും പെടാത്ത ആളുകളാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് VD സതീശനാണ്, അത് K സുധാകരനാണ്, അതുപോലെ തന്നെ മുരളീധരനാണ്. ഞാൻ ചാണ്ടിയുമ്മനെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ കാര്യം ആദ്യം പറയാം. ഇവർക്കെല്ലാം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കെല്ലാം അവരവരുടേതായ പേരുകളുണ്ടായിരുന്നു. റെക്കമെൻഡേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും കൂടപ്പിറപ്പാണ്.